ഹായ് കിഡ്സ്, ഇന്ന് നമുക്ക് ജബ് മുജ്കോ സാംപ്നെ കാട്ട എന്ന ചാപ്റ്റർ മനസ്സിലാക്കാം. ജബ് മുജ്കോ സാംപ്നെ കാട്ട. സാമ്പ് എന്ന് പറഞ്ഞാൽ സ്നേക്ക്, പാമ്പ്. കാട്ടന കടിക്കുക. എന്നെ പാമ്പ് കടിച്ചപ്പോൾ. एक दिन मैंने अपने अहाते में एक छोटा सा सांप रेंगते देखा. वह धीरे धीरे रेंग रहा था. मुझको देखते ही वह भागा और वहीं पर पड़े हुए नारियल के एक खोल में घुसकर छिप गया. मैंने पत्थर का एक टुकड़ा उठाया और उससे नारियल के खोल का मुंह बंद कर दिया. उसे लेकर मैं नानी के पास दौड़ गया. एक दिन मैंने अपने अहाते में एक छोटा सा सांप रेंगते देखा. एक दिन എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ എൻ്റെ മുറ്റത്ത്, അഹാത്ത എന്ന് പറഞ്ഞാൽ ആങ്കൻ, മുറ്റം, മുറ്റത്ത് ഒരു ചോട്ടാസ സാമ്പ്, ഒരു ചെറിയ പാമ്പ്, രേങ്തേ ദേഖ, ഇഴഞ്ഞു പോകുന്നത് കണ്ടു. രേങ്ന എന്ന് പറഞ്ഞാൽ ഇഴയുക. ഒരു ദിവസം ഞാൻ എൻ്റെ മുറ്റത്ത് ഒരു ചെറിയ പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടു. വ ധീരെ ധീരെ രേങ് രഹാത, അത് മെല്ലെ മെല്ലെ ഇഴഞ്ഞു പോകുകയായിരുന്നു. ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ, രേങ്ന ഇഴയുക. മുജ്കോ ദേഖ്തേ ഹി വ ഭാഗ, എന്നെ കണ്ടപ്പോഴേക്കും അത് ഓടിപ്പോയി. ഭാഗ്ന എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക, അതായത് പാമ്പ് ഇഴഞ്ഞങ്ങ് പോയി. और वहीं पर पड़े हुए नारियल के एक खोल में घुसकर छिप गया. എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു ചിരട്ടയുടെ ഉള്ളിൽ. നാരിയൽക്ക് ഏക്ക് ഖോൽ എന്ന് പറഞ്ഞാൽ ചിരട്ട, അതായത് നമ്മൾ ഇളനീരൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം, അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. നാരിയൽ എന്ന് പറഞ്ഞാൽ തേങ്ങ, ഗുസ്ന കയറുക. मैंने पत्थर का एक टुकड़ा उठाया और उससे नारियल के खोल का मुंह बंद कर दिया. ഞാൻ കല്ലിൻ്റെ ഒരു കഷ്ണം എടുത്തു. പത്തർ എന്ന് പറഞ്ഞാൽ കല്ല്. കല്ലിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ തുറന്നു കിടക്കുന്ന ഭാഗം അടച്ചു. ആ ചിരട്ടയുടെ തുറന്നു കിടക്കുന്ന ഭാഗം അടച്ചു. ഉസേ ലേക്കർ മേ നാനിക്ക് പാസ് ദൗഡ് ഗയ, അതെടുത്തിട്ട് ഞാൻ നാനിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. നാനി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ, അമ്മമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഈ കുട്ടി പറയുകയാണ്, അവനൊരു ദിവസം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് ഇഴയുന്നത് കണ്ടു. ആ പാമ്പ് അവനെ കണ്ടപ്പോൾ ഒരു ചിരട്ടയ്ക്കകത്തേക്ക് ഒളിച്ചിരുന്നു. അവനൊരു പത്രെടുത്ത്, ഒരു കല്ലെടുത്തിട്ട് അത് അടച്ചു. ചിരട്ടയുടെ തുറന്നു കിടക്കുന്ന ഭാഗം അടച്ചു. എന്നിട്ട് അതുമായിട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. മേനെ കഹ, നാനി ദേഖോ मैंने सांप पकड़ा है. नानी चीख उठी. सांप? वह इतना घबरा गई कि लगी जोर जोर से चीखने पुकारने. नाना ने सुना तो अंदर दौड़े आए. जब उन्हें पता चला कि नारियल के खोल के अंदर सांप है तो उन्होंने मेरे हाथ से उसे छीनकर दूर फेंक दिया. नन्हा सांप बाहर निकल आया और रेंगता हुआ पास की झाड़ी में गायब हो गया. मैंने कहा, नानी देखो मैंने सांप पकड़ा है. ഞാൻ പറഞ്ഞു, അമ്മമ്മേ നോക്കൂ, ഞാൻ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. നാനി ചീക്കുട്ടി. സാമ്പ്? അമ്മമ്മ ഉറക്കെ പറഞ്ഞു. സാമ്പ്? പാമ്പോ? ചീക്ക് എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുക, ഉറക്കെ പറയുക. വ ഇത്തനാ ഘബരാ ഗയേ കി ലഗി സോർ സോർ സെ ചീക്നെ പുക്കാരനെ. നാനി അത്രയ്ക്ക് പേടിച്ചു പോയി. ഘബരാന എന്ന് പറഞ്ഞാൽ പേടിക്കുക. കി ലഗി സോർ സോർ സെ ചീക്നെ പുക്കാരനെ. ചീക്കിനെ പുക്കാരനെ എന്ന് പറഞ്ഞാൽ സോർ സോർ സെ ബോൾന, അതായത് ഉറക്കെ അലറി വിളിച്ച് കരയാൻ തുടങ്ങി, പറയാനും തുടങ്ങി. നാനാനെ സുനാത്തോ അന്തർ ദൗഡായ. അമ്മച്ചൻ കേട്ടപ്പോൾ, നാന എന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ, അമ്മച്ചൻ കേട്ടപ്പോൾ അകത്ത് നിന്ന് ഓടി വന്നു. ജബ് ഉനെ പത്താ ചലാക്കി നാരിയൽ കെ ഖോൽ കെ അന്തർ സാം ഹേ. നാനയ്ക്ക് മനസ്സിലായപ്പോൾ, ഈ ചിരട്ടയ്ക്കകത്ത് പാമ്പുണ്ടെന്ന് മനസ്സിലായപ്പോൾ, ഉന്നോനെ മേരെ ഹാത്ത് സെ ഉസെ ചീൻകർ ദൂർ ഫേങ്ക് ദിയ. അദ്ദേഹം അത് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ദൂരോട്ട് എറിഞ്ഞു. ഫേങ്ക്ന എന്ന് പറഞ്ഞാൽ എറിയുക. നന്ന സാം ബാഹർ നിക്കൽ ആയ और रेंगता हुआ पास की झाड़ी में गायब हो गया. ഈ ചെറിയ പാമ്പ് ബാഹർ നിക്കലായ, പുറത്തേക്ക് വന്നു, ആ ചിരട്ടയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ഇഴഞ്ഞുകൊണ്ട് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ജാഡി മേ ഗായബ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ കുറ്റിക്കാടിനകത്തേക്ക് പോയി. ജാഡി എന്ന് പറഞ്ഞാൽ കുറ്റിക്കാട്, ഗായബ് ഹോന കാണാതാവുക. നാനാനെ മുജ്സെ കഹ, ഖബർദാർ ഫിർ കഭി സാം കെ പാസ് മത് ജാന, സാം ബഹുത് ഖതർനാക് ഹോത്താ ഹൈ.
നാനാനെ മുജ്സെ കഹ, നാന എന്നോട് പറഞ്ഞു, ഖബർദാർ ഫിർ കബി സാം കെ പാസ് മത് ജാന, ഇനി ഒരിക്കലും പാമ്പിൻ്റെ അടുത്തേക്ക് പോകരുത്. സാം ബഹുത് ഖതർനാക് ഹോത്താ ഹെ, പാമ്പ് വളരെയധികം അപകടകാരിയാണ്. അപ്പം പാമ്പിൽ വിഷമുണ്ടാകും. കുട്ടിക്ക് അറിയില്ലല്ലോ പാമ്പിന് വിഷമുണ്ട് എന്നൊന്നും. കുട്ടി അതിനെ കണ്ടപ്പോൾ അത് ഈ ചിരട്ടയുടെ അകത്തേക്ക് പോയപ്പോൾ ഒരു കല്ലെടുത്തിട്ട് ചിരട്ട അടച്ചു വെച്ചു. ഖത്തർനാക് എന്ന് പറഞ്ഞാൽ അപകടകാരി. उसी दिन शाम को मैं एक बर को पकड़ने की कोशिश कर रहा था कि उसने काट खाया. बड़ी ज़ोर से दर्द उठा. मुझे दर्द से कराहते देखकर नानी ने सोचा कि मुझे सांप ने काट लिया है. मैंने दौड़कर नानी को उंगली दिखाई. उन्होंने जल्दी से नाना को पुकारा. नाना तुरंत दौड़े आए और मेरी उंगली को देखा. जहाँ बर ने काटा था वहाँ नीला निशान पड़ गया था. वह झट मुझे गोद में उठाकर बाहर भागे. उसी दिन शाम को मैं एक बर्र को पकड़ने की कोशिश कर रहा था कि उसने काट खाया. ആ ദിവസം തന്നെ വൈകുന്നേരം, ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, മേ ഏക് ബർക്കോ, ബർ എന്ന് പറഞ്ഞാൽ ഒരു തരം വണ്ടാണ്. കടന്നൽ എന്നും പറയും, വേട്ടാവെളിയൻ എന്നും പറയും. ഈ കടന്നലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കോഷിഷ് കർ രഹാത്ത എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കി ഉസ്നെ കാട്ട് കായ, അപ്പോൾ കടന്നൽ എന്നെ കടിച്ചു. ബഡി സോർ സെ ദർദ് ഉട്ട, വളരെയധികം വേദനയായി. മുझे दर्द से कराहते देखकर नानी ने सोचा कि मुझे सांप ने काट लिया है. ദർദ് സെ കരാഹന എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് കരയുക, വേദന കൊണ്ട് അമ്മേ എന്നൊക്കെ വിളിച്ച് കരയില്ലേ, അതിനാണ് കരാഹന എന്ന് പറയുന്നത്. ഞാൻ വേദന കൊണ്ട് ഉറക്കെ കരയുന്നത് കേട്ടിട്ട് നാനി വിചാരിച്ചു എന്നെ പാമ്പ് കടിച്ചതാണെന്ന്. മേനെ ദൗഡ്കർ നാനിക്ക് ഉംഗലി ദിക്കായി, ഞാൻ ഓടിപ്പോയിട്ട് നാനിക്ക് വിരൽ കാണിച്ചു കൊടുത്തു, അമ്മമ്മയ്ക്ക് വിരൽ കാണിച്ചു കൊടുത്തു. ഉനോനെ ജൽദി സെ നാനാക്കോ പുക്കാര, അമ്മമ്മ വേഗം തന്നെ അമ്മച്ചനെ വിളിച്ചു. നാന തുരന്ത് ദൗഡെ ആയെ ഓർ മേരി ഉംഗലിക്കോ ദേഖ, നാന പെട്ടെന്ന് തന്നെ ഓടി വന്നു, എന്നിട്ട് എൻ്റെ വിരൽ നോക്കി. തുരന്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ജഹാ ബർറിനെ കാട്ടാത്ത വഹാ നീല നിഷാൻ പട് ഗയാത്ത, കടന്നൽ കടിച്ച സ്ഥലത്ത് നീല കളറായി മാറിയിരുന്നു, നീല അടയാളം വന്നിരുന്നു. നിഷാൻ എന്ന് പറഞ്ഞാൽ അടയാളം. वो झट मुझे गोद में उठाकर बाहर भागे, നാന പെട്ടെന്ന് തന്നെ എന്നെ എടുത്തിട്ട് പുറത്തേക്ക് ഓടി. തുരന്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഛട്ട് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, പെട്ടെന്ന് എന്നൊക്കെയാണ് അർത്ഥം. ഉട്ടാക്കർ എടുത്തിട്ട്, നിഷാൻ അടയാളം. बाग और धान के खेतों को पार करके भागते भागते वह अपने घर से दूर एक छोटी सी झोंपड़ी के सामने जाकर रुके. वहाँ पहुँचते ही उन्होंने आवाज़ लगाई. ബാഗ് ഓർ ധാൻ, ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം, ധാൻ എന്ന് പറഞ്ഞാൽ നെൽ, ധാൻ കെ ഖേത്ത് എന്ന് പറഞ്ഞാൽ നെൽവയൽ. തോട്ടങ്ങളും നെൽവയലുകളുമെല്ലാം കടന്നിട്ട് ഭാഗ്തേ ഭാഗ്തേ ഓടിയിട്ട് അപ്നെ ഘർ സെ ദൂർ ഏക് ചോട്ടി സി झोंपड़ी के सामने जाकर रुके, തൻ്റെ വീട്ടിൽ നിന്ന് ദൂരെ ഒരു ചെറിയ കുടിലിനടുത്ത് പോയിട്ട് നാന നിന്നു. തോട്ടങ്ങളും നെൽവയലുകളുമെല്ലാം കടന്നിട്ട് ഓടി ഓടി ഞങ്ങളുടെ വീടിൽ നിന്നൊക്കെ ദൂരെയായിട്ട് ഒരു ചെറിയ കുടിലിനടുത്ത് പോയിട്ട് നിന്നു. വഹാ പहुँचते ही उन्होंने आवाज़ लगाई, അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം വിളിച്ചു. एक बूढ़ा आदमी बाहर निकला, वह सांप के काटने का मंत्र जानता था. नाना ने उससे कहा, इस बच्चे को सांप ने काट लिया है, इसकी झाड़ फूँक कर दो. एक बूढ़ा आदमी बाहर निकला, ഒരു വയസ്സായ മനുഷ്യൻ ആ കുടിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. സാംപ് കെ കാട്ടനെ കാ മന്ത്ര ജാനതാ താ, അദ്ദേഹത്തിന് പാമ്പ് കടിച്ചാൽ ചൊല്ലേണ്ട മന്ത്രം അറിയാമായിരുന്നു. നാനാനെ ഉസ്സെ കഹ, നാന അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ് ബച്ചേക്കോ സാംപിനെ കാട്ട് ലിയാ ഹെ, ഈ കുട്ടിയെ പാമ്പ് കടിച്ചിട്ടുണ്ട്. ഇസ്കി ജാഡ് ഫൂങ്ക് കർദോ. ജാഡ് ഫൂങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രം ചൊല്ലി ഊതിയിട്ട് രോഗം മാറ്റുക. ബൂഢാ മുझे झोंपड़ी में ले गया, ആ വയസ്സൻ എന്നെ കുടിലിനകത്തേക്ക് കൊണ്ടുപോയി. झोंपड़ी എന്ന് പറഞ്ഞാൽ കുടില്. ഉസ്നെ മേരി ഉംഗലി ദേഖി ഓർ ബോല, അദ്ദേഹം എൻ്റെ വിരൽ നോക്കി എന്നിട്ട് പറഞ്ഞു, ചുപ് ചാപ്പ് ബൈഠോ, ഹിൽന ഡുൽന മത്, മിണ്ടാതെ ഇരിക്കണം, അനങ്ങുകയും ചെയ്യരുത്. फिर पीतल के बर्तन में पानी लाया और मेरे सामने बैठकर मंत्र पढ़ने लगा. എന്നിട്ട് പീത്തൽ എന്ന് പറഞ്ഞാൽ ബ്രാസ്, പിച്ചള, പിച്ചളയുടെ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് എൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ചൊല്ലാൻ തുടങ്ങി.
मैं चाहता तो बहुत था कि उस बूढ़े को बता दूं कि मुझे सांप ने नहीं बर ने काटा है, पर मेरे नाना मुझे कसकर पकड़े रहे और मुझे बोलने ही नहीं दिया। जैसे ही मैं कुछ कहने को मुंह खोलता, वो डांट कर कहते चुप। डर के मारे मैं चुप हो जाता। हमारे पीछे पीछे हमारी नानी भी कई लोगों के साथ वहां आ पहुंची। सब लोग उदास खड़े देखते रहे। मैं चाहता तो बहुत था कि उस बूढ़े को बता दूं कि मुझे सांप ने नहीं बर ने കാട്ടാ है. എനിക്ക് ആ വയസ്സായ മനുഷ്യനോട് പറയണമെന്നുണ്ടായിരുന്നു, എന്നെ പാമ്പല്ല കടിച്ചത്, ബറാണ്, എന്നെ കടന്നലാണ് കടിച്ചത്. पर मेरे नाना मुझे कसकर पकड़े रहे और मुझे बोलने ही नहीं दिया. പക്ഷേ എൻ്റെ നാന എന്നെ മുറുക്കെ പിടിച്ചിരുന്നു. और मुझे बोलने ही नहीं दिया, എന്നെ പറയാൻ അനുവദിച്ചില്ല. കസ്കർ എന്ന് പറഞ്ഞാൽ ദൃഢമായി, മുറുകെ. जैसे ही मैं कुछ कहने को मुंह खोलता, ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വായ തുറക്കുമ്പോഴേക്കും वो डांट कर कहते चुप. അദ്ദേഹം വഴക്കു പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, ചുപ്പ്, മിണ്ടാതിരിക്കുക എന്ന്. डर के मारे मैं चुप हो जाता. പേടിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതെ ഇരിക്കും. हमारे पीछे पीछे हमारी नानी भी कई लोगों के साथ वहाँ आ पहुंची. ഞങ്ങളുടെ പുറകിൽ എൻ്റെ നാനിയും കുറേ ആളുകളുമായിട്ട് വന്നിരുന്നു. सब लोग उदास खड़े देखते रहे. എല്ലാവരും ദുഃഖിതരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളുകളൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. എന്ത് സംഭവിക്കും? ഈ കുട്ടിയെ പാമ്പ് കടിച്ചതാണ്. മന്ത്രം ചൊല്ലിയാൽ വിഷം പോകുമോ? കുട്ടി രക്ഷപ്പെടുമോ? എല്ലാവരും പേടിച്ച് സങ്കടത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. കസ്കർ എന്ന് പറഞ്ഞാൽ ദൃഢമായി. तब तक मेरी उंगली का दर्द जा चुका था, फिर भी मुझे वहाँ ज़बरदस्ती बैठकर झाड़ फूँक करवानी पड़ रही थी. कुछ मिनट बाद बूढ़ा आदमी उठा. उसने उसी बर्तन के पानी से मेरी उंगली धोई और मुझे पिलाया भी. उसने मुझे बोलने से मना कर दिया ताकि दवा का पूरा असर हो. फिर वह नाना से बोला, अब बच्चा खतरे से बाहर है. अच्छा हुआ आप समय रहते मेरे पास ले आए. बड़े जहरीले सांप ने काटा था. सब लोगों ने बूढ़े को उसके अद्भुत इलाज के लिए बहुत बहुत धन्यवाद दिया. घर लौटने के बाद नाना ने उसके लिए बहुत सी चीज़ें बैंड में भेजी. तब तक मेरी उंगली का दर्द जा चुका था. അപ്പോഴേക്കും എൻ്റെ വിരലിൻ്റെ വേദന മാറിയിരുന്നു. फिर भी मुझे वहाँ ज़बरदस्ती बैठकर झाड़ फूँक करवानी पड़ रही थी. എന്നിട്ടും എനിക്ക് അവിടെ നിർബന്ധിതമായി झाड़ फूँक ചെയ്യിക്കേണ്ടി വന്നു. അതായത് അവരവനെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി എന്നിട്ട് മന്ത്രം ചൊല്ലുകയായിരുന്നു. ജബർദസ്തി എന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിച്ച്, അവന് ഇഷ്ടമില്ലാതെ. കുച്ച് മിനിറ്റ് ബാദ് ബൂഢ ആദ്മി ഉട. കുറച്ച് സമയത്തിന് ശേഷം ഈ വയസ്സായ മനുഷ്യൻ എഴുന്നേറ്റു. ഉസ്നെ ഉസി ബർത്തൻ കെ പാനി സെ മേരി ഉംഗലി ധോയി. അദ്ദേഹം ആ പിച്ചളയുടെ പാത്രത്തിലെ വെള്ളം കൊണ്ട് എൻ്റെ വിരൽ കഴുകി. ധോന എന്ന് പറഞ്ഞാൽ കഴുകുക. और मुझे पिलाया भी. എന്നിട്ട് എന്നെ ആ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. उसने मुझे बोलने से मना कर दिया ताकि दवा का पूरा असर हो. അതായത് മരുന്നിൻ്റെ മുഴുവൻ ഫലവും ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. फिर वह नाना से बोला. എന്നിട്ട് അദ്ദേഹം നാനയോട് പറഞ്ഞു, अब बच्चा खतरे से बाहर है. ഇപ്പോൾ കുട്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു, ഇനി കുഴപ്പമൊന്നുമില്ല. अच्छा हुआ आप समय रहते मेरे पास ले आए. നന്നായി നിങ്ങൾ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ബഡേ ജഹരീലെ സാമ്പിനെ കട്ടാത്ത. വളരെയധികം വിഷമുള്ള പാമ്പായിരുന്നു കടിച്ചത്. ഖത്തര എന്ന് പറഞ്ഞാൽ അപകടം, ജഹരീല വിഷമുള്ളത്. सब लोगों ने बूढ़े को उसके अद्भुत इलाज के लिए बहुत बहुत धन्यवाद दिया. എല്ലാ ആളുകളും ഈ വയസ്സായ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം നന്ദി അറിയിച്ചു. അതായത് അത്ഭുതകരമായി കുട്ടിയുടെ അസുഖം മാറ്റിയതിന്, പാമ്പിൻ്റെ വിഷമില്ലാതാക്കിയതിന് നന്ദി അറിയിച്ചു. घर लौटने के बाद नाना ने उसके लिए बहुत सी चीज़ें बैंड में भेजी. വീട്ടിലെത്തിയതിന് ശേഷം നാനാജി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വളരെയധികം ഗിഫ്റ്റൊക്കെ അയച്ചു. ബാൻഡ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ അയച്ചു. ഭേജന അയക്കുക. ഇതാരാണ് എഴുതിയത്? ശങ്കർ. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അന്ധവിശ്വാസം പാടുള്ളതല്ല. ഇങ്ങനെ മന്ത്രം ചൊല്ലി ഊതി അസുഖമൊക്കെ മാറ്റാമെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവും. പക്ഷെ അവരെയൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അവർ ആളുകളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ കുട്ടിയുടെ അമ്മച്ചനും അമ്മമ്മയും പിന്നെ
ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ വിശ്വസിച്ചു ഈ വയസ്സൻ്റെ മന്ത്രം കൊണ്ടാണ് കുട്ടി രക്ഷപ്പെട്ടതെന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ. അയാൾക്ക് ഒരു പക്ഷെ ആദ്യമേ അറിയുമായിരിക്കും കടന്നലാണ് കടിച്ചത്, പാമ്പല്ല എന്നത്. പക്ഷെ എല്ലാവരെയും അയാൾ വിഡ്ഢികളാക്കി. മന്ത്രം കൊണ്ട് മാത്രം അസുഖങ്ങൾ മാറ്റാൻ കഴിയില്ല. മെഡിസിൻസും കൂടെ പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ നമുക്ക് അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. പാമ്പ് കടിച്ചാൽ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇഞ്ചക്ഷൻ വേണ്ടി വരും. അപ്പോൾ കുട്ടികളെ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം.